സാർ, സാറിനറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. രേണുക അരുന്ധതി മേനോന്റെ സംരക്ഷണയിൽ കഴിയുന്ന ഓരോ നിമിഷവും അവളുടെ ജീവന് പോലും ആപത്താവാനിടയുള്ളൂ. What do you mean? രേണുകയെ കാണാതായതിൻ്റെയും ഇപ്പോൾ നാടകീയമായ തിരിച്ചുവരവിൻ്റെയൊക്കെ പിന്നിൽ ആ അരുന്ധതി മേനോന്റെയും മറ്റു ചിലരുടെയൊക്കെ കൈകളുണ്ടെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു സാർ. നിങ്ങൾക്കങ്ങനെ തോന്നാൻ കാരണം? രേണുക കേസിന്റെ പഴയ ഫയൽ നിഷ്പക്ഷമായി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഏതൊരു പോലീസ് ഓഫീസർക്കും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ വളച്ചുകെട്ടാതെ കാര്യം പറയണം മിസ്റ്റർ. രേണുക മരിച്ചു എന്ന് പ്രചരിപ്പിക്കപ്പെടുക, കൊലക്കുറ്റം ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരാൾ കോടതിയിൽ ഹാജരാവുക, ഒടുവിൽ ഒരു സുപ്രഭാതത്തിൽ കോടതിയെയും നാട്ടുകാരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഭ്രാന്തിയായി തിരിച്ചെത്തുക, അതും അരുന്ധതി മേനോൻ തന്നെ ചെന്ന് കണ്ടെത്തിക്കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ കഷ്ടമാണ്. എന്താണ് സാർ ഇതിൻ്റെ ഒക്കെ അർത്ഥം? ഒക്കെ യാദൃച്ഛികമായി കണ്ടുകൂടെ? ഇല്ല, ഒരിക്കലുമില്ല. ഒക്കെ കരുതിക്കൂട്ടി ചെയ്തതാണ്. അരുന്ധതിയുടെയും ശ്യാമപ്രസാദിൻ്റെയും ഒക്കെ കൈകളാണ് ഇതിനു പിന്നിലെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാർ. സാർ മറ്റൊന്നുകൂടി മനസ്സിലാക്കണം. രേണുകയുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളുടെയും അവകാശി ഇന്ന് അരുന്ധതി മേനോനാണ്. രേണുക മടങ്ങി വരാത്ത പക്ഷം അതിൻ്റെ പൂർണ്ണ അവകാശം താലോലത്തിലാണെന്നാണ് പ്രമാണത്തിൽ. അതിന് രേണുക മടങ്ങി വന്നല്ലോ. വന്നു, അതുകൊണ്ട് എന്താ വിശേഷം? എന്നും രേണുകയെ ഒരു ഭ്രാന്തിയാക്കി താലോലത്തിൽ തളച്ചിട്ടാ പോരെ? ശ്യാമപ്രസാദിന്റെ അളിയൻ രക്ഷപ്പെടുകയും ചെയ്യും, അരുന്ധതിക്ക് ആ സ്വത്തുക്കൾ അനുഭവിക്കുകയും ചെയ്യാം. നിങ്ങൾ വല്ലാതെ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നല്ലോ മിസ്റ്റർ. ഇത് വെറും ചിന്തകൾ മാത്രമാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇല്ല സർ, ഇതെന്റെ വിശ്വാസങ്ങളാണ്, പച്ച പരമാർത്ഥങ്ങൾ. അതുകൊണ്ട് എനിക്ക് എൻ്റെ അനിയത്തെ രക്ഷിച്ചേ തീരൂ. അതിന് ഡിപ്പാർട്ട്മെന്റ് സഹായം എനിക്ക് ആവശ്യമുണ്ട്. ഇതാ സർ, ഇതെന്റെ റിട്ടേൺ കംപ്ലൈന്റ് ആണ്. ശരിയാണ് സർ, ടീച്ചർ വിൽപ്പത്രത്തിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. സാറെന്താ ഇപ്പോഴങ്ങനെ ചോദിക്കാൻ? അല്ല, ചോദിച്ചൊന്നേ ഉള്ളൂ. സാറിനെ കാണാൻ ആ ധനപാലൻ വന്നിട്ടുണ്ടാവും അല്ലേ? വന്നു മാത്രമല്ല, ഒരു റിട്ടേൺ കംപ്ലൈന്റ് തരികയും ചെയ്തു. റിട്ടേൺ കംപ്ലൈന്റോ? എന്തിന്? രേണുകയെ അയാൾക്ക് വിട്ടുകിട്ടണമെന്ന്. അരുന്ധതി മേനോൻ അവളെ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന്. അയാളുടെ ആരോപണങ്ങൾ പലതും തള്ളിക്കളയാൻ കഴിയാത്തതുപോലെയാണ് മാഡം. എന്താ ആരോപണങ്ങൾ? സാർ അയാളെ വിശ്വസിച്ചോ? നേരും നെറിയും ഒന്നും അല്പം പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവനാണെന്ന് സാറിന് അറിയില്ലേ? ശരിയായിരിക്കാം, എങ്കിലും കംപ്ലൈന്റ് തന്ന സ്ഥിതിക്ക് അത് ആര് തന്നെ ആയാലും സ്വീകരിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. സർ, അയാൾ കള്ളനാണ്. അയാളുടെ ഉദ്ദേശം മറ്റു പലതുമാണ്. മാഡം ടെൻഷൻ ആവുകയൊന്നും വേണ്ട. രേണുകയുടെ കാര്യത്തിൽ ഡിപ്പാർട്ട്മെന്റ് തീരുമാനം എന്താണെന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു രാഷ്ട്രീയ നീർക്കോലി കൂടിയാണല്ലോ അയാൾ. ഒരു നേരത്തെ അത്താഴം മുടക്കാനെങ്കിലും അയാൾക്ക് കഴിയും. അയാൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല സർ. എനിക്കെതിരെ അയാൾ നീങ്ങുന്നത് ഇതാദ്യവും അല്ല. അയാളുടെ ഉദ്ദേശമൊക്കെ എനിക്ക് ആദ്യമേ ഊഹിക്കാൻ കഴിഞ്ഞു. ഓക്കെ മാഡം, ഞാനത് ഡീൽ ചെയ്തോളാം. പിന്നെ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും? നോ സർ, താങ്ക് യു. എന്താ പറ്റിയേ? എന്താ മീനാക്ഷി? രേണുകയോ? എന്താ പറ്റിയേ? ഓടിപ്പോയോ? എവിടെ? ഗേറ്റിന്റെ അടുത്തേക്കോ?
രേണുമോളെ, രേണുമോളെ, വേണ്ട മോളെ, രേണുമോളെ, വേണ്ട, പോ ഇങ്ങോട്ട്, മോളെ വേണ്ട, രേണുമോളെ, വരാനല്ലേ പറയുന്നേ, വാ വാ മോളെ, ഇങ്ങോട്ട് വന്നേ, വാ മോളെ, വാ. പോവാം മോളെ. രേണുക്ക് എവിടെയാ പോവേണ്ടത്? പറഞ്ഞോ, എവിടെയാ പോവണ്ടേ? രേണുക ഞാൻ കൊണ്ടുപോവാ. ദൂരെന്ന് വെച്ചാ പറ, എവിടെ? വീട്ടിലോ? നിർമ്മൽ ടീച്ചറിന്റെ അടുത്ത്? ഒന്ന് ഓർത്ത് നോക്കി, ഓർത്ത് നോക്ക്. പറയും മോളെ, എവിടെയാ എവിടെയാ പോവണ്ടേ? അവിടെ അവിടെ ദൂരെ. എനിക്ക് പോണം, കൊണ്ടുപോവാ. എനിക്ക് പോണം, എനിക്ക് പോണം അവിടെ. സ്നേഹേ, നിക്കാനാ പറഞ്ഞത് അവിടെ. എടി ഓടരുതെന്ന്. നിക്കടി ഇവിടെ. നിനക്ക് എവിടെയാ പോണ്ടത്? കുറച്ച് നേരമായാലും നീ ഇങ്ങനെ മോങ്ങാൻ തുടങ്ങിയിട്ട്. പറയടി. ആഹാ, ടീച്ചർ അമ്മ നിന്റെ ആരടി? ആരടി? താഴോളത്തിൽ നിന്റെ ആരടി ഉള്ളത്? പറയടി, പറയാൻ. നീ പോവോ? നീ പോടി. നീ താഴോളത്തിൽ പോവോന്ന്. അവിടെ നിന്റെ ആരടി ഉള്ളത്? പറയടി, പോവോ നീ? പോവോന്ന്? പോവല്ലേ നീ? നീ പോവല്ലേ? നീ പോവല്ലേടി? വിടരുത് ക്ലാരേ. നീ എന്തിനാ കൊച്ചിനായിട്ട് തല്ലുന്നത്? ഇങ്ങോട്ട് വിടാൻ. ഇങ്ങോട്ട് വാടി. എന്തിനാ കാണിക്കുന്നത്? മമ്മി ഒന്നങ്ങോട്ട് മാറിയേ. അവൾ അനുസരിച്ചൊന്ന് ഞാൻ നോക്കട്ടെ. ഇങ്ങോട്ട് വാടി. എടി, നിനക്ക് എവിടെയാണ് പോണ്ടേ? ആരെടി കാണട്ടെ? നിന്നാണോ പറഞ്ഞ മാറി നിൽക്കാൻ? നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. എല്ലാരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? കുട്ടികൾ ഓരോന്ന് പറഞ്ഞത് വെച്ചിട്ട്. അവള് പറഞ്ഞത് കേട്ടില്ലേ? അവക്ക് താലോളത്തിൽ പോണോന്ന്. പോണെന്നല്ലേ പറഞ്ഞോളൂ, അവള് പോയൊന്നുമില്ലല്ലോ. പോവും. അങ്ങനെ ആരും ആഗ്രഹിക്കണ്ട. ഇവിടെ വന്ന ശേഷം അവൾക്ക് ഇത്ര അഹങ്കാരം. എല്ലാരും ചേർന്ന് അവളെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്ക. വഷളാക്കിയെങ്കിൽ അത് നീ കാരണമാ. എന്റെ മോള് തീക്കൊള്ളി കൊണ്ടാണ് കളിക്കുന്നത് ഓർമ്മ വേണം. വാ മോളെ.
പ്രപഞ്ചമുണരുമ്പോൾ കിളിപ്പുറത്തമ്മയ്ക്ക് കളഭാഭിഷേകം.